Hey guys, welcome back to our YouTube channel. നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ദുബായ് ഓട്ടോഡ്രോമിലാണ്. ഇവിടെ നമ്മുടെ പോർഷൻ്റെ ഒരു മീറ്റ് നടക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ കാണാത്ത ഒരുപാട് പോർഷൻ്റെ കളക്ഷൻസും ഒരുപാട് പോർഷൻ്റെ റയർ കാഴ്സും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ വീഡിയോ ആരും മിസ്സാക്കേണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗായ്സ്, നമ്മൾ ഓട്ടോഡ്രോമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു GT3 എടുക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ ഫുള്ള് സെക്യൂരിറ്റീസും അവരെ കുറച്ച് ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വാവ്, നൈസ്. ഓരോ മൂലക്കിലായിട്ട് ഓരോ കാഴ്ച എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മോനെ 918 മാഷാ അല്ലാഹ്, അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. വാവ്, ആക്ച്വലി 10 മണിക്ക് ശേഷമാണ് അവിടെ പരിപാടി തുടങ്ങുക. പക്ഷേ ഇത് ജസ്റ്റ് വണ്ടി എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിന് നിർത്തിയിട്ടേക്കാണ് കേട്ടോ. 10 മണിക്ക് ശേഷം അവിടെ പരിപാടി തുടങ്ങും. ഓക്കെ, സോ ഓരോ ഏരിയയിലായിട്ട് ഓരോ കാഴ്ച ഉണ്ട്. ഇതിൻ്റെ സ്കെയിൽ മോഡലാണ് എൻ്റെ അടുത്തുള്ളത് കേട്ടോ. ഇതേ ഇവിടെ ഒരു മിനി പോഷോ, എന്ത് ക്യൂട്ടാന്നൊക്കെ, മാഷാ അല്ലാഹ്, അടിപൊളി ചെറിയൊരു പോഷെ. പിന്നെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഉണ്ട് ഒരുപാട് വണ്ടികൾ. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. പോർഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ തന്നെ ഒരു ഡിസൈനാണ്. ഇത് ആക്ച്വലി ഒരു GT3 RS ആണ് ഈ എടുക്കുന്നത്. പിന്നെ ഈ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുണ്ട് ഒരു 2-3 കാഴ്സ് പഴയ 911 എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, ഇതിൻ്റെ ഒരു ചെറിയ സ്കെയിലിൻ്റെ ഉണ്ട്. എന്തായാലും അടിപൊളി. ഇത് ആക്ച്വലി കൺവേർട്ടബിൾ ആണ്. മാഷാ അല്ലാഹ്, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഇവിടെ ഫുൾ റാപ്പൊക്കെ അടിച്ചിട്ട് ഒരു 911 എടുക്കുന്നുണ്ട്. സംഭവം നല്ല രസമുണ്ട് കേട്ടോ ഈ വണ്ടി കാണാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി റാപ്പ്, സച്ചിൻ്റെ റാപ്പൊക്കെ അടിച്ചേക്കുന്നത് മോനെ. പിന്നെ ഇതേ ഇവിടെ ഒരു QT എടുക്കുന്നുണ്ട് 1734 ക്ലാസിക് പ്ലേറ്റിൽ കൺവേർട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് വണ്ടികളുണ്ട്. പോർഷൻ്റെ തന്നെ ഒരുപാട് മോഡൽസ് നേരെ ഓപ്പോസിറ്റ് എടുക്കുന്നുണ്ട്. എല്ലാം ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ വന്നതാണ്. പിന്നെ ഇവിടെ ഒരു സാധനം എടുക്കുന്നുണ്ട്, ഒരു മുതൽ എടുക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഗായ്സ് മുതൽ. ഒരു 1.5 മുതൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നത്. നമ്പർ തന്നെ നോക്കും, 3061. ഒരു രക്ഷയില്ല കേട്ടോ മുതൽ. എൻ്റെ മോനെ, SSR പൊളി 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 പൊളി, എൻ്റെ പൊന്നെ. അപ്പോൾ ഇതും കാണിച്ചു. ഇനി ഒരുപാട് വണ്ടികൾ കാണിക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചിട്ട് പോകുന്നുള്ളൂ. ഇനി അപ്പുറത്തെ സൈഡിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഫസ്റ്റ് തുടങ്ങാം. ഒക്കെ മിക്സ് ആയിട്ടൊക്കെ എടുക്കുന്നത്, പഴയ മോഡൽസും പുതിയ മോഡൽസും ഒക്കെ മിക്സ് ആയിട്ടൊക്കെ എടുക്കുന്നത്. നിങ്ങളൊക്കെ കാണാത്ത ഒരുപാട് പോർഷേഴ്സ് ഞാൻ കാണിച്ചത് ആക്ച്വലി പോർഷൻ്റെ ഒരു ട്രാക്ടറാണ് കേട്ടോ. ആക്ച്വലി ഈ കാണുന്നത് പോർഷെ ഡീസൽ ജൂനിയർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഓണർ ഇൻസ്റ്റൈലിങ് കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. അതുപോലെ ഈ സൈഡിലും എടുക്കുന്നുണ്ട് ഒരു കരേറ. മോനെ, ഇത് ഇവിടെ ഒരു കരേര എടുക്കുന്നുണ്ട്. നിങ്ങൾ കാണാത്ത കുറച്ച് മോഡൽസ് ഉണ്ട് ഇവിടെ, ഇതൊക്കെ കണ്ടോ. ആക്ച്വലി ഇതൊരു സ്പീഡ് സ്റ്റാറാണ്. ആക്ച്വലി പോർഷൻ്റെ വണ്ടികൾ നല്ല ക്യൂട്ടാണ് കേട്ടോ. ആക്ച്വലി എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഈ ഒരു വണ്ടിയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. പിന്നെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്ക്, രക്ഷയില്ല. അതുപോലെ തന്നെ നമ്മുടെ പോർഷൻ്റെ ഒരു ഇലക്ട്രിക് എടുക്കുന്നുണ്ട്. EV ആണ് ആക്ച്വലി ഇത് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു കരേര ഫോറസ് എടുക്കുന്നുണ്ട്. പൊളി, പഴയ മോഡൽസൊക്കെ നല്ല ക്യൂട്ടാണ് കേട്ടോ, അടിപൊളി. പിന്നെ വേറൊരു കേസ് പറയാനുള്ളത്, അവിടെ ഹോട്ട് വീൽസിൻ്റെ സ്റ്റാൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ട് വരുള്ളൂ കേട്ടോ. ഓക്കെ, ഇതേ എടുക്കുന്നു GT3. മാഷാ അല്ലാഹ്, അത് ആക്ച്വലി ട്രാക്കാണ് വണ്ടി വരുന്നത്. ട്രാക്കിൽ യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ആ ഒരു ലെവലിൽ പണിതിട്ടുള്ളൊരു വണ്ടിയാണ് ഈ എടുക്കുന്നത്.
എൻ്റെ പൊന്നെ, ഈ ഒരു ടൈമിൽ വന്നതായതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ഇരുന്നിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഏതാ ലുക്കല്ലേ. അപ്പോൾ ഇങ്ങൊക്കെ നോക്ക്, സ്പോയിലറൊക്കെ ഒരു സൈസ് തന്നെ ഉണ്ട് ആക്ച്വലി. അതുപോലെ തന്നെ ഒരു GT3 പഴയത് എടുക്കുന്നുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോർഷെ ടർബോ എടുക്കുന്നുണ്ട് ഇവിടെ. ഇതേതാ മോഡലെന്ന് സത്യം പറഞ്ഞ് എനിക്കറിയില്ല. അടിപൊളി, ഞാൻ ആദ്യമായിട്ട് കാണാനുണ്ട് ഈ ഒരു മോഡലൊക്കെ. അടിപൊളി. ഇതിൻ്റെ പേര് പോലും എനിക്ക് കറക്റ്റ് അറിയില്ല ആക്ച്വലി. ഇവിടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് മനസ്സിലാവണില്ല. അതെല്ലാം അറിയണവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, മാഷാഅല്ലാഹ് അടിപൊളി. ടർബോ GT ഒരുപാട് വണ്ടിയുണ്ട്, അതിൻ്റെ ഉള്ളിലും ഒരുപാട് കാഴ്ച കിടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, ഇത് ആക്ച്വലി ഇവരിങ്ങനെ വട്ടിട്ടിട്ടുള്ള എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രോൺ ഷൂട്ടിന് വേണ്ടിയിട്ടായിരുന്നു അവരിങ്ങനെ വട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഡ്രോൺ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് പഴയ ഒരു കരേര, മാഷാഅല്ലാഹ് ക്യൂട്ട്. വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ സീറ്റ്സൊക്കെ നോക്ക്, ഏതാ മൂടില്ലേ. എൻ്റെ പൊന്നെ, ഇത് GT2 ആണ് കേട്ടോ. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് വ്യൂ കിട്ടില്ല. ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് നോക്കിയാലാണ് കറക്റ്റ് നമുക്ക് അറിയത്തുള്ളൂ കേട്ടോ GT3 GT2. പിന്നെ അത്രയും നോളജ് ഉള്ളവർക്കൊക്കെ മനസ്സിലാവും രണ്ടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ. എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു കൺവേർട്ടബിൾ എടുക്കുന്നു. ഇത് ആക്ച്വലി ഏതാ മോഡൽ എനിക്ക് കറക്റ്റ് അറിയില്ല. സംഭവം മോഡൽ നെയിമിലൊന്നല്ല കാര്യം. പോർഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹരം തന്നെയാണ്. ഒരു കരേര ഫോറസ്റ്റ് കഴിഞ്ഞു. വണ്ടികളെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും, ഉള്ളിൽ റേസ് നടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു GT3 എടുക്കുന്നു. മാഷാഅല്ലാഹ്, ഇത് വേറെ തന്നെ ലുക്കാണ് കേട്ടോ ബ്ലാക്കിൽ. പിന്നെ വേറൊരു കാര്യം, ഫുള്ള് CF ആണ് കേട്ടോ. ലിപ്പ് അതുപോലെ ബോണറ്റ് കാര്യങ്ങളെല്ലാം അവിടെ കിടക്കുന്നത് GT3യുടെ മുകളിലും CF ആയിരുന്നു. അവിടെ കിടക്കുന്നത് ബോൺ സ്റ്റോക്കാണ് കേട്ടോ. ഓക്കെ, അടിപൊളി, മാഷാഅല്ലാഹ് അടിപൊളി കേട്ടോ. ബ്ലാക്കിൽ ആ ഒരു ഗ്രീൻ ആ ഒരു ടച്ച് കൊടുത്തിട്ട് നൈസ് ആക്കിയിട്ടുണ്ട്. വാവ്, നല്ല അടിപൊളി കളർ കേട്ടോ. ഇതിൻ്റെ കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നൈസ് കളറ്, നല്ല രസമുണ്ട് കാണാൻ. എൻ്റെ പൊന്നെ, വാവ്. ഇൻറ്റീരിയറും ചെയ്ത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരു ബ്ലാക്ക് ആൻഡ് ഈ സെയിം കളർ, ഈ സെയിം യെല്ലോ ഫിനിഷിലാണ് ഇൻറ്റീരിയറും ചെയ്തിട്ടുള്ളത്. എൻ്റെ എക്സോസ്റ്റ് എടുക്കണോക്ക്, എൻ്റെ പൊന്നെ, അടിയിൽ എന്താ മുതല്. എക്സോസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ഇത് എടുക്കുന്നു വേറൊരു GT3 RS റെഡ് കളറിൽ വൈറ്റ് വീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇരു കളർ കാണുമ്പോൾ നമ്മൾ സിവിക്കാണ് ഓർമ്മ വരുന്നത്. നല്ല അടിപൊളി സ്പോയിലറും കാര്യങ്ങളൊക്കെ ആയിട്ട് മാഷാഅല്ലാഹ് നല്ല അടിപൊളി ലുക്ക്. ഞാൻ പറഞ്ഞ ആ ഒരു ഹോട്ട് വീൽസിൻ്റെ സ്റ്റാൾ അവിടെ വരുന്നത്. ഇതിവിടെ വേറൊരു സ്റ്റോളും കാര്യങ്ങളും കാണുന്നുണ്ട് വീൽസിൻ്റെ ഒക്കെ ആയിട്ട്. എനിവേ അടിപൊളി, ഇവിടെ ഫുൾ ഹോട്ട് വീൽസിൻ്റെ സ്റ്റാളും കാര്യങ്ങളുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഗായ്സ് പറഞ്ഞ പോലെ തന്നെ ഈ ഹോട്ട് വീൽസ് കുറച്ച് റയർ കളക്ഷൻസ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടേക്ക് കയറുമ്പോഴേ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ മേടിച്ചു കേട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. മാഷാഅല്ലാഹ് ഹാപ്പി. ഇതിനുള്ളിൽ കുറച്ച് കാഴ്ചയുണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ ആക്ച്വലി ഇവിടെ ഫ്രണ്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതേ ഒരു കരേര ഫോറസ്റ്റ് എടുക്കുന്നു. പിന്നെ മെയിനായിട്ട് അടിക്കാതെ ഈ ഒരു മുതലാണ് കേട്ടോ. എൻ്റെ മോനെ, ഏതാ സീനെന്നറിയാം. മാഷാഅല്ലാഹ്, ഇതിൻ്റെ ഒരു സ്കൈൽ മോഡൽ ഇന്ത്യയിൽ ഉണ്ട് കേട്ടോ. പൊള്ളി, ഒരു രക്ഷയില്ലാതെ മുതലൊക്കെ ഉണ്ട് ഈ കാണുന്നത്. മാഷാഅല്ലാഹ്, ഓൾമോസ്റ്റ് ഉള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെയാണിത്. മോനെ, പൊളി പൊളി പൊളി, രക്ഷയില്ല. ഇനി ഈ സൈഡിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് രണ്ട് മോഡല്. അങ്ങനെ എളുപ്പത്തിൽ കാണാൻ പറ്റുന്നതല്ല, ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. എൻ്റെ മോനെ, അതുപോലെ തന്നെ ഇതിവിടെ രണ്ടും ഓഫ് റോഡ് സ്പെക്കാണ്. ഓക്കെ, രക്ഷയില്ല കേട്ടോ, അടിപൊളി മുതൽ.
നമ്മൾ ആക്ച്വലി തുടങ്ങിയിട്ടുള്ളൂട്ടാ. ഇനിയും ഉള്ളിൽ വണ്ടികൾ കാണാൻ കിടക്കുന്നുണ്ട്. നല്ല രസമുണ്ട് അല്ലേ, വൈറ്റ് ബോഡിയൊക്കെ അടിച്ചിട്ട് നല്ല അടിപൊളി അടിപൊളി. അവിടെ ഉള്ളിൽ ട്രയൽ നടക്കുന്നുണ്ട്. ഒന്ന് ഉള്ളിലോട്ട് എൻ്റർ ചെയ്യാം. ഒരു റയർ ബ്രീഡ് ഇതേ ഇവിടെയും കിടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ അടിപൊളി, മാഷാ അല്ലാഹ്. ഏതാ മൂടല്ലേ. ഇതൊക്കെ ഇങ്ങനെ വന്ന് കണ്ടാലാണ് സമാധാനമായിട്ട് ഇരുന്ന് കാണാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം 10 മണിക്ക് ശേഷം ഫുള്ള് ആൾക്കാർ കയറും ഇവിടെ. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് വന്നിട്ട് കാണാനും ഫോട്ടോസ് എടുക്കാനും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇറങ്ങിയത്. ഫുള്ള് തിരക്കായി എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. നല്ല രസമുണ്ടല്ലേ. അടിപൊളി. ഇവിടെയും ഒരുപാട് കിടക്കുന്നുണ്ട് കേട്ടോ, കുറച്ചൊന്നല്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഈ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. 911 ആണ് ഈ കിടക്കുന്നത്. എൻ്റെ മോനെ, ആക്ച്വലി ഇങ്ങനെ വരുന്നതാണ് കേട്ടോ, കമ്പനി ഇങ്ങനെ ഇറക്കുന്നതാണ് ആക്ച്വലി ഈ വണ്ടി. വാവ്, അടിപൊളി. ഫുൾ ഈ സൈഡ് മൊത്തം ഓഫ് റോഡ് ഐറ്റംസ് ആണ് കേട്ടോ. ഈ സൈഡ് മൊത്തം കിടക്കുന്നത് ഡെസേർട്ട് പോർഷെ GT2. ബമ്പറൊക്കെ പണിതേക്കണോക്ക് ഒരു രക്ഷയില്ലാതെ കേട്ടോ കസ്റ്റം ചെയ്തേക്കുന്നത്. പൊളി. ഒക്കെ ഫുൾ ഓഫ് റോഡാണ്, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഒരു KNS എടുക്കുന്നുണ്ട് ഇവിടെ. ഇതും ഒരു ഓഫ് റോഡ് സ്പെക്കിലാണ് കിടക്കുന്നത്. അതിൻ്റെ മേലും ഒരുപാട് കാഴ്ച ഉണ്ട് കേട്ടോ. പ്രൊജക്ട് 11 പൊളി. പക്ഷേ ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാക്കിൽ വേണ്ട, ട്രയൽ നടക്കുന്നുണ്ട്. ഈ സൈഡിലൂടെ മെല്ലെ അങ്ങോട്ട് പോവാം. വാവ്, ഈ സാധനം കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടി. ഏതാ മോഡലേ ചെയ്തിട്ട് കൊണ്ടു നടക്കുന്നത്. മാഷാ അല്ലാഹ്. ശരി, ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. വേണ്ട, ഒരു വർക്ക് തന്നെ നോക്കുക, ഒരു കസ്റ്റം, ആ ഒരു ബിൽറ്റ് തന്നെ നോക്ക്. മാഷാ അല്ലാഹ്, അടിപൊളി. അവിടെ ഫോട്ടോഷൂട്ട് നടക്കുകൊണ്ട് നമുക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു സൈഡിലോട്ട് എടുക്കാം. പിന്നെ മൊത്തത്തിൽ എല്ലാം കൂടെ ഇപ്പോൾ കാണിച്ച പോലെ കാണിക്കാൻ പറ്റും തോന്നുന്നില്ല, കാരണം അത്രയും വണ്ടികളുണ്ട്. കാരണം എന്താ കണ്ട, അറ്റം വരെ വണ്ടികളാണ് കേട്ടോ. എൻ്റെ പൊന്നി, പോർഷൻ്റെ എല്ലാ കളക്ഷൻസും ഇവിടെ വന്നാൽ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ഇത്രയും വിചാരിച്ചില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഈ ഒരു GT3 നല്ല രസമുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, അടിപൊളി. ഇവിടെ ഒരു മുതൽ എടുക്കുന്നുണ്ട്. ഹൗ ക്യൂട്ട്. വാവ്. ഞാൻ ഫോട്ടോഷൂട്ട് നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നില്ല, കാരണം അവർക്ക് ബുദ്ധിമുട്ടാവും. അവരോട് കഷ്ടപ്പെട്ടിരുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. വാവ് വാവ് വാവ്. GT2 RS ആണ് കേട്ടോ പോയത്. എൻ്റെ പൊന്നെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഓടിച്ചിട്ട് കാണിക്കുന്നുള്ളൂ, മൊത്തത്തിൽ കാണിക്കുന്നില്ല, കാരണം അത്രയും വണ്ടികളുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സൈഡിലും കുറച്ച് വണ്ടികൾ എടുക്കുന്നുണ്ട്.
പഴയ മോഡൽസ് കാണാൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ, ഭയങ്കര ഭംഗിയാണ്. ഞാനിവിടെ വന്നതിൽ മനസ്സിലായത് ഒരു വിധമുള്ള ക്യാമറാമാൻസ് എല്ലാം ആ ഒരു പഴയ മോഡൽസാണ് പിക്ചേഴ്സ് എടുക്കുന്നത്. അത് അത്രയും റയറാണ്. ഞാൻ ആക്ച്വലി ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. അടിപൊളി പോപ്പപ്പ് ഹെഡ്ലൈറ്റ് ഒക്കെ സ്റ്റോക്കിലാണ് പലതും എടുക്കണമെന്നുണ്ടെങ്കിലും ഒരു വേറെ തന്നെ ലുക്കാണ് ഈ പോർഷയ്ക്ക് വരുന്നത്. വാവ്, അത് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. വൈറ്റ് ബോഡിയൊക്കെ അടിച്ചിട്ട് മാഷാ അല്ലാഹ്, ഏത് ലുക്ക് നോക്ക്, രക്ഷയില്ല. ഇതിൽ നമ്മളൊന്നും കാണാത്ത, നമ്മളൊന്നും അറിയാത്ത കുറച്ച് മോഡൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. വാവ്, കണ്ടാലും മതിയാവണില്ല കേട്ടോ. ആ ജാതി മുതലോള്, എൻ്റെ പൊന്നെ. അഡ്വാൻ്റെ വീൽസാണ് എടുക്കുന്നത് കേട്ടോ. നമ്മുടെ GTRൻ്റെ മുകളിലുണ്ടായിരുന്നു ഈ സെയിം വീല്. മാഷാ അല്ലാഹ്. M2 സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം M2. വാവ്, ഓരോ വണ്ടിയും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പൊന്നെ, സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകൾ കിട്ടണമെന്നില്ല. കാരണം അത്രയുണ്ട് വണ്ടികൾ, അത്രയുണ്ട് കളക്ഷൻസ്, അത്രയും അടിപൊളി കളക്ഷൻസ്. ഇനി അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ള് കളർഫുള്ളായിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത്. സീന് GT3, അതെ പിന്നാലെ M2 പോകുന്നുണ്ട്. ഈ ഒരു യെല്ലോ ഉണ്ടല്ലോ, ഈ ഒരു യെല്ലോ ഒരു വേറെ ലെവൽ യെല്ലോ തന്നെ. ഞാൻ താഴ്ന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു സെയിം യെല്ലോ തന്നെയാണ് ഈ ഒരു കരേരിയും എടുക്കുന്നത്. മാഷാ അല്ലാഹ്, അടിപൊളി. വാവ്, മാഷാ അല്ലാഹ്. ഇവിടെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ, അടിപൊളി. ഈ GT3ൻ്റെ ഈ ഓറഞ്ച് കളർ നല്ല രസമുണ്ട് കേട്ടോ, വെയിലത്തെടുക്കാൻ. മാഷാ അല്ലാഹ്. GT2 സെയിം ഞാൻ പറഞ്ഞതേ പോലെ പറഞ്ഞിട്ട് കൊണ്ടുപോയി. കാരണം അവനും ആ കയ്യിൽ നിന്ന് പൊട്ടിക്കാൻ ഫുള്ള് പറയാൻ പറ്റുന്നില്ല. ആ ഒരു ഇതിലാണ്. റെഡ് നോക്കി, മാഷാ അല്ലാഹ്, എന്ത് ക്യൂട്ടാന്ന് നോക്കി. അതുപോലെ തന്നെ ഈ ഒരു ഗ്രീനാണ് ഒരു മുതൽ. പൊളി. 911 എടുക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, വൈലറ്റ് കളറിലാണ് ഉണ്ടായി വണ്ടി എടുക്കുന്നത്. ഫുള്ള് CF കാര്യങ്ങളൊക്കെ ആയിട്ട്, ലിപ്പും കാര്യങ്ങളൊക്കെ CF ആയിട്ട്. വേറൊരു 911. മോനെ, ആക്ച്വലി ഈ ഒരു സൈഡിലോട്ടുള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് താഴെ ഈ റൈറ്റ് സൈഡിലേക്ക് കാണിക്കാത്ത കുറച്ച് കളക്ഷൻസ് ഉണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആക്ച്വലി ഇതാണ് നമ്മുടെ പോർഷയിൽ പുലി എന്നറിയപ്പെടുന്ന ഒരു സാധനമാണ് ഇത്, കരേര GT. അടിപൊളി. മിസ്റ്റർ ബീൻ എന്താ പൊന്നെ. ഓരോരോ മോഡൽസ് കാണണം കേട്ടോ. മാഷാ അല്ലാഹ്. അവിടെ ട്രാക്കിൽ M2 രക്ഷയില്ലടാ. ആക്ച്വലി പഴയ മോഡൽസ് ഉണ്ടല്ലോ, ഇല്ലടാ, പഴയ മോഡൽസ് എന്ന് പറയുമ്പോൾ വേറെ തന്നെ മൂടാണല്ലേ. ഒരു രക്ഷയില്ലാത്ത അതെ പഴയ മോഡൽസ് എന്ന് പറയുമ്പോൾ പോർഷയിൽ പഴയ മോഡൽസ് കാണാനാണ് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഫുള്ള് ഫോട്ടോഗ്രാഫ്സ് എല്ലാം അവരെല്ലാം എടുക്കുന്നത് പഴയ ഒരു മോഡൽസാണ്. അപ്പോൾ ഇതുവരെ ഉള്ളൂ നമ്മുടെ പോർഷേൻ്റെ ആ ഒരു ലൈനപ്പ്. പൊളി. അപ്പോൾ നമ്മൾ അവിടെ കാണിച്ചു, ഇവിടെ കാണിച്ചു, മൊത്തത്തിൽ എല്ലാ വണ്ടികളും കാണിച്ചു കേട്ടോ. എനിവേ നല്ല അടിപൊളി പരിപാടി. ഇനിയിപ്പോൾ ട്രാക്കിൽ റേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ സ്റ്റാർട്ടപ്പും കാര്യങ്ങളൊക്കെ ഒരു 10 മണിക്ക് ശേഷമാവും.
ഓൾമോസ്റ്റ് 10 മണിയായി തുടങ്ങി. ഓക്കെ, അപ്പം അതിന് നിൽക്കണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അതിന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ പോർഷൻ്റെ ഒരുപാട് റയർ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടു. ഞാൻ കാണാത്ത കുറച്ച് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. എന്തായാലും ഒരുപാട് സന്തോഷമായി. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ പരിപാടികളായിട്ട് നമ്മൾ ഇനിയും വീഡിയോസിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ടാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.